അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്മാഉൽ ഹുസ്നയിലെ രണ്ടാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് റഹീം എന്നുള്ള നാമമാണ്. അള്ളാഹുവിൻ്റെ സുന്ദരമായിട്ടുള്ള മറ്റൊരു നാമമാണ് റഹീം എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കരുണാനിധി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നിത്യജീവിതത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൽ ഉപയോഗിക്കുന്ന രണ്ട് നാമങ്ങളാണ് റഹ്മാനും റഹീമും. അപ്പോൾ എല്ലാവരും ചിന്തിക്കും, ഈ റഹ്മാനും റഹീമും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയാണ് സൂചിപ്പിക്കുന്നത് റഹ്മാൻ എന്നുള്ള നാമം. റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു തൻ്റെ സൃഷ്ടികൾക്ക് കൊടുക്കുന്ന കാരുണ്യം, അനുകമ്പ എന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഖുറാനിൽ 93 സ്ഥലങ്ങളിൽ ഈ ഒരു നാമം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ബിസ്മി തുടങ്ങി ആരംഭിക്കുന്ന 113 സൂറത്തുകളിൽ ഈ ഒരു നാമം ആവർത്തിക്കുന്നുണ്ട്. അള്ളാഹിന്റെ കാരുണ്യത്തിൽ 100% ഒന്ന് മാത്രമാണ് ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളിലേക്കും കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ മനുഷ്യന്മാർക്ക് തന്നെ സഹജീവികളോട് എത്രത്തോളം സ്നേഹവും അനുകമ്പയൊക്കെ നമുക്കുണ്ടെന്ന് നമുക്കറിയില്ലേ. അപ്പോൾ ബാക്കി 100-99 ബാക്കി നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ അടുത്താണ്. അപ്പോൾ അള്ളാഹിൻ്റെ ആ ഒരു കാരുണ്യത്തിൻ്റെ ഒരു ആഴം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ അനന്തത എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കണം. നമ്മൾ എത്ര തന്നെ തെറ്റ് ചെയ്താലും എന്ത് തന്നെ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യും? പഠിച്ചോനെ നമ്മൾ പിന്നെയും നമ്മൾ പക്ഷാതാപം സ്വീകരിക്കും, അല്ലേ? നമ്മളെ സന്മാർഗത്തിലേക്കാക്കും. പക്ഷേ എന്നിട്ടും നമ്മളൊരു മനുഷ്യന്മാർ നമ്മളോട് എന്തെങ്കിലും ഒരു ഇതേപോലെ ഒരു പ്രയാസം ചെയ്താൽ നമ്മൾ 1, 2, 3 തവണയൊക്കെ നമ്മൾ ക്ഷമിച്ചാലും പിന്നെയും ക്ഷമിക്കാനുള്ള ഒരവസ്ഥയൊക്കെ നമ്മൾ മനുഷ്യന്മാർക്ക് ഉണ്ടാവും. പക്ഷെ അള്ളാഹ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെ തൻ്റെ സൃഷ്ടി പക്ഷാതപിച്ച് മടങ്ങി വരുന്നോ അപ്പോഴൊക്കെ അള്ളാഹിൻ്റെ സന്മാർഗത്തിൻ്റെ അല്ലെങ്കിൽ അള്ളാഹിൻ്റെ പക്ഷാതാപം സ്വീകരിക്കുന്നതിൻ്റെ വാതിൽ അള്ളാഹ് ഇങ്ങനെ തുറന്നിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഈ ഒരു നാമത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനുള്ളത്. ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു നാമം പരാമർശിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 1-2 ആയത്തുകൾ നമുക്ക് പരിചയപ്പെടാം. അൽ ഹിസ്റിൽ 49 ആയത്തിൽ പറയുന്നു, നബ്ബി അയുബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണെന്ന് എൻ്റെ ദാസന്മാരെ അറിയിക്കുക. സൂറ അഹ്സാബിൽ 43 ആയത്തിൽ പറയുന്നു, ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികത്തുഹു ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലൻ നൂർ വകാന ബിൽ മുഅ്മിനീന റഹീമ, അവനാണ് നിങ്ങൾക്ക് കാരുണ്യമേകുന്നത്, അവൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് കാരുണ്യത്തിനായി അർത്ഥിക്കുന്നു, നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണത്, അള്ളാഹു സത്യവിശ്വാസികളോട് ഏറെ കരുണയുള്ളവനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.